എല്ലാ കൂട്ടുകാർക്കും എന്റെ ഡ്രീം ജേണിയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ വീണ്ടും ഗാർഡൻ വിശേഷങ്ങളായിട്ട് എത്തിയിരിക്കുന്നതാണ്. നമ്മുടെ മിനി ഗാർഡൻ, ആ മിനി ഗാർഡനിലായിട്ട് വേണ്ടിയിട്ട് വീണ്ടും നമ്മളൊരു സ്പൈറൽ ചിരട്ട വെച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോണത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ചിരട്ട പെയിന്റ് ചെയ്ത് വാർണിഷ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. സൈക്കിളിന്റെ ടയറിന്റെ ഈ ഒരു ഭാഗം എടുത്തിട്ടുണ്ട്, റിമ്മ്. പിന്നെ ടങ്കീസ് എടുത്തിട്ടുണ്ട് ചിരട്ട കെട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ മണ്ണും വളവും ഒക്കെ വേണം, അതൊക്കെ നമുക്ക് എക്സ്ട്രാ ഇടാം. പിന്നെ ഇതിട്ടുണ്ട് ചെടി. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇത്രയും ബേസിക് ആയിട്ട് ഇത്ര സംഭവങ്ങൾ മതി കേട്ടോ. സൈക്കിളിന്റെ ഈ ഒരു സംഭവം, ചിരട്ട എന്നിട്ട് നമ്മൾ നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം തേങ്ങ എങ്ങനെയാണ് ഇങ്ങനെ സെറ്റാക്കി എടുത്തതെന്ന് കാണിച്ചു കേട്ടോ. ഞാൻ ആദ്യം ഇരിക്കാൻ ഒരു സുഖത്തിനുണ്ട് ഒരു മുറ എടുത്ത് മടിയിൽ വെച്ച്, ഒരു സ്റ്റൂളിൽ ഇരുന്നിട്ട് ഒരു മുറ എടുത്ത് മടിയിൽ വെച്ചിട്ട് അതിൽ ഇങ്ങനെ ഒരു പകുതി കത്തി ഉണ്ടായിരുന്നു വീട്ടിൽ, അതായത് ഒടിഞ്ഞു പോയിട്ടൊരു കത്തി ഉണ്ടാവില്ലേ. അപ്പൊ ആ കത്തി വെച്ചിട്ട് ഇങ്ങനെ ചീവി അതിന്റെ ചകിരിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് നിലത്തിരുന്ന് വരക്കാന്ന് പറയുമ്പോൾ നമുക്ക് നടുവൊക്കെ നന്നായിട്ട് പോകും. ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ കുറച്ച് പ്രയാസമുണ്ട്, എന്നാലും നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ അങ്ങനെ ചീകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ സാൻഡ് പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഉരച്ചൊരച്ചൊരച്ച് നൂനെ വൃത്തിയാക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് അത് കഴിഞ്ഞിട്ടും. ഇതിലും എളുപ്പത്തിൽ തോന്നണ വല്ല മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാനന്ന് 20ഓളം തേങ്ങകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം 13 തേങ്ങ ഇതിനും വേണം, ഒരു 6 തേങ്ങ വേറൊരു ഇതിനും കൂടെ വേണമായിരുന്നു. അപ്പൊ ഞാൻ മൊത്തത്തിൽ ഒരു 20 എണ്ണൊക്കെ റെഡിയാക്കി വെച്ച്. സാറില്ല, മര്യാദ അടിക്കുന്നു കേട്ടാ. ഒരാള് ചിരട്ടക്ക് പെയിന്റ് അടിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നാണ് ഈ കാണുന്നത് കേട്ടോ. 2-3 എണ്ണമൊക്കെ ആശാൻ പെയിന്റ് ചെയ്ത് തന്നിട്ട് പോയി കളഞ്ഞ്. അപ്പൊ ഞാൻ ആ സമയത്ത് നമ്മുടെ ആ ഒരു സൈക്കിൾ റൂമിലേക്ക് ആ ഒരു ചിരട്ടയിൽ അവൻ തേച്ച് വെച്ചേക്കണ പെയിന്റ് ഒക്കെ കൂടി എടുത്തിട്ട് അങ്ങോട്ട് അടിച്ചു കൊടുത്തു. ചിരട്ടയിൽ ഞാൻ പല ഡിസൈനായിട്ട് ഇങ്ങനെ കൊടുത്തു നോക്കിയിട്ടാ, ഏതാണ് കുറച്ചും കൂടെയും ഇതാവാന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതായത് ഫാബ്രിക് പെയിന്റ് ഉണ്ടാവും ഒരു ഗോൾഡൻ കളർ കാണുന്നത്. അപ്പോൾ ബ്രൗൺ കളർ പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയിട്ട് ഏതാണ് നല്ലതെന്ന് വെച്ചാൽ അത് തന്നെ എല്ലായിടത്തും അടിക്കാൻ വേണ്ടിയിട്ടേ. ലാസ്റ്റ് ഇങ്ങനെ കുറച്ച് മൊത്തത്തിൽ അങ്ങനെ ടച്ച് ചെയ്യാനാണ് വിചാരിച്ചത്. ഇതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഉണ്ട് വാർണിഷ് ചെയ്യാൻ വേണ്ടി എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് പെയിന്റും കൂടെ മൊത്തത്തിൽ ഒട്ടിപ്പോകൂലേ. അപ്പോൾ ബ്രൗൺ പെയിന്റും എടുത്ത് അത് കഴിഞ്ഞിട്ട് അതൊന്ന് ജസ്റ്റ് ഉണങ്ങിയിട്ടാണ് നമ്മുടെ ഗോൾഡൻ കളർ പെയിന്റ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഈ വാർണിഷും കൊടുത്തത്. എന്നിട്ട് പിറ്റേ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയാൻ വേണ്ടി എടുത്തത് കേട്ടോ. പെയിന്റ് അടിച്ച് കഴിഞ്ഞ ദിവസം പിറ്റേ ദിവസം എനിക്ക് വീട്ടിലോട്ട് പോരണമായിരുന്നു, എൻ്റെ വീട്ടിലോട്ടേ. അപ്പം ഞാൻ ആ ചിരട്ടയൊക്കെ വാരി കൂട്ടിയിട്ട് എൻ്റെ സ്വന്തം വീട്ടിൽ വെച്ചിട്ടാണ് വാർണിഷ് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ചിരട്ടയിൽ ഇനി ടങ്കീസ് കെട്ടണം. ഇതൊക്കെ കഴിഞ്ഞ് റെഡിയാക്കി എടുത്തേക്കാണ് ചിരട്ടേണ്ടത് ഇത്. അപ്പോൾ ടങ്കീസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കെട്ടാം. ഞാനിപ്പോൾ ആ ചിരട്ടയുടെ കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് അങ്ങനെ എടുത്തിട്ട് 4 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ചുറ്റി കെട്ടൂലേ, നമ്മൾ പണ്ട് ത്രാസൊക്കെ ഉണ്ടായി കളിക്കൂലേ, അതേപോലെ. അപ്പം അങ്ങനെ ചുറ്റുമ്പോൾ കുറച്ചും കൂടി ബലത്തിൽ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചുറ്റിയത്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പോലെ കെട്ടാ. അങ്ങനെ വീണ് പോകരുത്, നമ്മൾ മണ്ണൊക്കെ ഇട്ട് ഇതാക്കാനുള്ളതല്ലേ. അപ്പം വീണ് പോകരുത്, അല്ലെങ്കിൽ മണ്ണും ചെടിയൊക്കെ കൂടെ താഴെ പോവും. എന്നിട്ട് ചിരട്ട എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ സൈക്കിൾ റിം എടുത്തിട്ട് ഇങ്ങനെ കയറിലിങ്ങനെ ചുറ്റി ഒന്ന് കെട്ടും. എവിടെയെങ്കിലും കെട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചിരട്ടയെ കെട്ടി തൂക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഒറ്റ നടുക്ക് കെട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം അത് ബാലൻസ് ചെയ്ത് നിൽക്കില്ല, നമ്മൾ വേറെ 2 സ്ഥലത്തും കൂടെ ഒന്ന് കെട്ടിക്കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് കെട്ടിത്തൂക്കിയിട്ടതിന് ശേഷം നമ്മളിങ്ങനെ ഓരോ ചിരട്ടയിട്ട് ഇടാം. അപ്പോൾ ആദ്യത്തെ ചിരട്ട എന്ന് വെച്ചാൽ ഏറ്റവും മുകളിലായിരിക്കണം കേട്ടോ. ഏറ്റവും മുകളിൽ നിന്ന് പിന്നെ നമ്മൾ അടുത്തത് കുറച്ച് ഗ്യാപ്പിട്ട് അങ്ങനെ 13 ചിരട്ടയുണ്ട്. അപ്പോൾ 13 ചിരട്ട നമ്മുടെ ഇതിൽ കൊള്ളണം സൈക്കിൾ റിമിൽ. അപ്പോൾ വേണമെന്ന് വെച്ചാൽ ഒരു ചെയ്യാൻ നമുക്ക് ആ 13 ഈക്വലായിട്ട് മാർക്ക് ചെയ്തിട്ടേ നമുക്ക് അങ്ങനെ ചെയ്യാണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും ആ ഒരു ചിരട്ട കറക്റ്റ് സ്ഥലം കണ്ടുപിടിക്കാൻ. ഇപ്പൊ നമ്മളിത് ഓരോ ലെവൽ അനുസരിച്ചിട്ട്, അതായത് ഈ ഒരു ചിരട്ടയുടെ താഴെയായിട്ട് ഈ ഒരു ചിരട്ട കെട്ടാം. അങ്ങനെ മിനിമം ഒരു 5 സെന്റിമീറ്റർ ഗ്യാപ്പ് വേണം ഇവിടെ ഈ പൊക്കത്ത്. അങ്ങനെ നമ്മൾ എല്ലാ ചിരട്ടയും അങ്ങനെ താഴെ വരെ 12 ചിരട്ട ഉണ്ട്, 12 അല്ല 13 എണ്ണം ഉണ്ടത് അങ്ങനെ ഇടാം. അപ്പൊ എനിക്ക് കുറച്ചൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാല് ചെറിയ ചിരട്ട ശരിക്കും മുകളിൽ ഇടണമായിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ ചെറുതീന് ഇങ്ങനെ വലുത് ഭംഗി ഉണ്ടാവില്ലേ, അപ്പൊ അതൊരു മിസ്റ്റേക്കാണ് എനിക്ക് പറ്റിയത്. അപ്പം ഇനി ഇതിൽ മണ്ണും വളമൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ചെടി പിടിപ്പിക്കണം. എന്നിട്ട് നമുക്ക് മിനി ഗാർഡനിലോട്ടുള്ള ഒരു ഐറ്റം ഇട്ടിട്ട് കൂട്ടാം.
ചിരട്ട സ്പൈറൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ? വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.